അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു അല്പം. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നിരുപമനായൊരു വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ഒറ്റമൂലി പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒറ്റമൂലിക കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ചികിത്സിക്കുകയും അതുകൊണ്ട് രോഗങ്ങൾക്കൊക്കെ ശിഫ കിട്ടിയതും അദ്ദേഹത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ചെറിയ ഒരു സംഭവം പറയട്ടെ. വെൺമനാട് സ്വദേശിയായിരുന്ന ഹൈദ്രോസ് എന്ന ഒരു വ്യക്തി ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവറുകൾ ചാവക്കാട് വഴി വെൺമനാടിലേക്ക് യാത്ര പുറപ്പെട്ടു. സ്വന്തം ഖാദിമും ധീരനുമായിരുന്ന കുഞ്ഞമ്മവും ഖാദിയാരോടൊപ്പം യാത്ര ചെയ്തിരുന്നു. അവർ വെൺമനാട് ജുമാഅത്ത് പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ 2-3 ആളുകൾ അവിടെ ഒരു ഖബർ കുഴിക്കുന്നുണ്ടായിരുന്നു. മഞ്ചല് നിർത്തി ആരാണ് മരിച്ചതെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഖബർ കുഴിക്കുന്നവരോട് അന്വേഷിച്ചു. അവിടുത്തെ ഇഷ്ട സുഹൃത്തായ ഹൈദ്രോസ് ഇന്നലെ പാമ്പിന്റെ വിഷമേറ്റ് മരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിനാണ് ഖബർ കുഴിക്കുന്നത്. അവർ സവിനയം പ്രത്യുത്തരം നൽകി. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടെ ഇറങ്ങി ജുമുഅത്ത് പള്ളിയിൽ നിന്ന് തഹിയ്യത്ത് നിസ്കരിച്ചു. പൊടുന്നനെ അവിടത്തേക്ക് ഹൈദ്രോസ് മരിച്ചിട്ടില്ല എന്ന ബോധോദയം ലഭിച്ചു. അവിടുന്ന് പള്ളിയുടെ പൂമുഖത്ത് ചെന്ന് ഖബർ കുഴിക്കുന്നവരോട് ഖബർ മൂടാൻ കൽപ്പിച്ചു. അത് കേട്ട തൊഴിലാളികൾ ആശ്ചര്യഭരിതരായി, അവരത്ഭുതപ്പെട്ടു. ഖാദിയാരുടെ നിർബന്ധം പ്രകാരം അവസാനം അവര് ആ ഖബർ മൂടുക തന്നെ ചെയ്തു. ഞാൻ ഉടനെ വരുന്നുണ്ടെന്ന വിവരം ഹൈദ്രോസിന്റെ വീട്ടുകാരെ അറിയിക്കാൻ കുഞ്ഞമ്മുവിനെ അയക്കുകയും ചെയ്തു. കുഞ്ഞമ്മു വളരെ പെട്ടെന്ന് വായുവേഗതയിൽ ഹൈദ്രോസിന്റെ വീട്ടിലേക്ക് ഗമിക്കുകയും ചെയ്തു. അങ്ങനെ ആ വാർത്ത ഹൈദ്രോസിന്റെ വീട്ടുകാരെ അറിയിച്ച് കുഞ്ഞമ്മു തിരിച്ചു വരികയും ചെയ്തു. കുഞ്ഞമ്മുവിന്റെ സേവന തൽപരതയിലും ധീരതയോടും കൂടി കാര്യനിർവഹണ ഉത്സാഹം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖാദിയാര് വളരെയധികം സന്തുഷ്ടനായി. അവിടുന്ന് തൽക്ഷണം തന്നെ കുഞ്ഞമ്മുവിനെ അഭിനന്ദിച്ച് ഇങ്ങനെ ഒരു ഈരടി പാടി. എന്താണ് ആ ഈരടി? കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശിജ്ആനു യഖാഫു അബദൻ ജിന്നും വശൈത്വാനു. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശിജ്ആനു യഖാഫു അബദൻ ജിന്നും വശൈത്വാനു. കുഞ്ഞമ്മു സമുദായത്തിന്റെ ധീരനായ സേവകനാണ്. അവൻ ഒരിക്കലും തന്നെ ജിന്നിനെയും ശൈത്വാനെയും ഭയപ്പെടുകയില്ല. ഈ കവിത കേട്ടപ്പോൾ അറബി ഭാഷ അറിയാത്ത കുഞ്ഞമ്മുവിന് ശുണ്ഠി കയറി. ബഹുമാനപ്പെട്ട ഖാദിയാർ എന്നെ ജിന്നും ശൈത്വാനും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് കുഞ്ഞമ്മു തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഖാസിയാരോട് കയർത്ത് സംസാരിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് താൻ ചൊല്ലിയ പദ്യത്തിന്റെ അർത്ഥം കുഞ്ഞമ്മുവിനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. തൽക്ഷണം തന്നെ തന്റെ സാഹസത്തെ കുറിച്ച് അയാൾ മാപ്പ് ചോദിച്ചു. അങ്ങനെ അവിടുന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഞ്ചലിലും കുഞ്ഞമ്മുവും ഖബർ കുഴിക്കുന്നവരും നടന്നും ഹൈദ്രോസിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ സ്ത്രീകളും കുട്ടികളും കൂട്ടക്കരച്ചിൽ നടത്തുകയായിരുന്നു. അവരുടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു. ഹൈദ്രോസിന്റെ ബന്ധുക്കളായ ഒരുപാട് പുരുഷന്മാരും ഇതര പൗര നേതാക്കളും ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ കരയുന്ന കണ്ണുമായി സ്വീകരിച്ചു.
മരിച്ചുവെന്ന് കരുതിയിരുന്ന ഹൈദ്രോസിനെ കിടത്തിയിരുന്ന കട്ടിലിൽ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവറുകൾ ചെന്നിരുന്നു. മഹാനവർകൾ അല്പം വെള്ളമെടുത്ത് മന്ത്രിച്ച് ആ വെള്ളം ഹൈദ്രോസിന്റെ മുഖത്തും ശരീരത്തിലും കുടഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, മരിച്ചുവെന്ന് കരുതിയിരുന്ന ഹൈദ്രോസ് ഉടനെ തന്നെ എഴുന്നേറ്റു. ഈ സംഭവം അവിടെ കൂടിയവരെല്ലാം വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ഈ ഹൈദ്രോസി എന്ന വ്യക്തി ആ സമയത്ത് കട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളോട് ചോദിച്ചു, ആ ഉസ്താദ് എപ്പോഴാ വന്നത്? ഇത് കണ്ടപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ ഒരു ഹൈദ്രോസി എന്ന് പറയുന്ന വ്യക്തി പിന്നീട് വളരെ വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവറുകളുടെ അത്ഭുതകരമായ ഇത്തരം നിരവധി സംഭവങ്ങൾ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്താത്തത് കാരണം പുതിയ തലമുറക്ക് ആ വെളിച്ചം കാണാൻ കഴിയാതെ പോയി. മഹാനവറുകളുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകൾ അടക്കമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളും മശായിഖുമാരുമായിട്ടുള്ള ഒരുപാട് ആളുകളോട് കൂടെ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.